കണ്ണൂർ രൂപതയുടെ ചാലിൽ സെയിന്റ് പീറ്റേഴ്സ് പള്ളിയുടെ പള്ളിമേട തകർന്നു. സംഭവ സമയത്ത് മുറിയിലുണ്ടായിരുന്ന വൈദികൻ ഫാദർ ജോസഫ് കൊറ്റിയത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് വൈദികൻ രക്ഷപ്പെട്ടത്. രാവിലെ കുർബാന കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാനൊന്ന് മുറിയിൽ പോയി ഉടുപ്പൊക്കെ മാറി മുഖമൊക്കെ ഒന്ന് കഴുകി പുറത്തേക്ക് വരുന്ന സമയത്ത് ചെറിയ ചെറിയ സ്വരം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. പള്ളിമേടയുടെ പുറകുവശത്ത് കക്കൂസൊക്കെയുള്ള ആ ഭാഗത്തുകൂടി ഇതൊരു സ്വരം. ഞാൻ വിചാരിച്ച ആരെങ്കിലുമൊക്കെ പണിയെടുക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ചു. അത് ആരാണെന്ന് അറിയാൻ വേണ്ടി ചുറ്റുവട്ടത്തൊക്കെ നോക്കി, ഒരു അനക്കവും കാണുന്നില്ല. അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ പുറകുവശത്തെ വാതിൽ തുറന്ന് വരാന്തയിലെത്തി എന്താണ് ഒച്ച എന്ന് നോക്കിയപ്പോൾ മുകളിൽ നിന്നൊരു കഷ്ണം ഓട് താഴോട്ട് പറഞ്ഞു. അപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ആ പുറകുവശത്തേക്കുള്ള മതിൽ ചുമര് അത് പുറത്തോട്ട് തള്ളുന്നത് പോലെ തോന്നി. ഒരു സെക്കൻഡ് സമയം കൊണ്ട് തന്നെ അത് മൊത്തം താഴോട്ട് ഇരുന്ന് പോയി. അപ്പോൾ ഞാനത് കണ്ടിങ്ങനെ നിന്ന സമയത്താണ് ഞാൻ നിന്ന വരാന്തി അതുപോലെ പൊട്ടി തകർന്ന് അതിങ്ങനെ വരുന്നത് പോലെ തോന്നി. അപ്പോൾ ഞാനിങ്ങനെ പുറകോട്ട് ഓടി മാറി അത് ഏകദേശം എൻ്റെ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങിയ വാതിലിൻ്റെ അടുത്ത് വരെയുള്ള വരാന്ത തകർന്ന് താഴെ വീണു. അത് അവിടെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്ന് നോക്കി, അവിടം വരെ ആയി. അതാണ് സംഭവിച്ചത്. ഞാൻ റിക്സൺ ജോസഫാണ്, ഇവിടുത്തെ പാരിഷ് കൗൺസിൽ മെമ്പറും കൂടിയാണ്, ഫിനാൻസ് കമ്മിറ്റി അംഗമാണ്. ഇന്നലെ സംഭവങ്ങൾ ഞങ്ങളൊക്കെ ജോലിക്ക് പോയതിന് ശേഷം ഞാൻ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്, സെൻറ്റ് ജോസഫ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ ഇങ്ങോട്ട് തിരിക്കുകയും അപ്പോഴച്ഛൻ മേടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ അതാണ് തിരക്കി പോയിരുന്നത്. അപ്പോൾ അച്ഛൻ ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അച്ഛൻ്റെ കൺമുമ്പിലായിരുന്നു ഇതൊക്കെ നടന്നത്. വലിയ ദൈവാനുഗ്രഹം. വലിയ കാഷ്വാലിറ്റി ഒന്നും ഉണ്ടായില്ല. റോഡ് സൈഡിലായിരുന്നു. ആരെങ്കിലും നടന്നു പോകുന്നുണ്ടായിരുന്നെങ്കിൽ ആരുടെയെങ്കിലും മേത്തൊരു കല്ല് വീണാൽ തന്നെ അതൊരു പ്രശ്നമായിരുന്നു. പക്ഷെ ആരും അവിടെ ആ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ആ കടകളിലാണെങ്കിൽ പോലും ഒരാൾ ഉണ്ടായിരുന്നു. അയാൾ ആ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നതുകൊണ്ട് വേറെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. എല്ലാം ദൈവം ഭംഗിയായിട്ട് ഒരുക്കി, ഒരു കുഴപ്പമില്ലാത്ത രീതിയിലാണത് വീണതും പൊട്ടിയതൊക്കെ. ഏതായാലും നമ്മളത് ബലപ്പെടുത്തുന്നതിനുള്ള പണികൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ജോയി ആൻ്റണി. ഇവിടെ സെൻറ്റ് പീറ്റേഴ്സ് ഇടവകയിൽ താമസിക്കുന്ന ഒരാളാണ്. ഞാൻ കാലത്ത് രാവിലെ കട തുറക്കാൻ വന്നപ്പോൾ തുറന്നു കഴിഞ്ഞു മാതാവിന് മെഴുകുതിരി കത്തിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൺമുമ്പിൽ കണ്ടതാണ് പള്ളിമേടൻ്റെ ഒരു ഭാഗവും അതിനോടനുബന്ധിച്ചിട്ടുള്ള എൻ്റെ ഷോപ്പും ഒക്കെ തകർന്നു വീണു. ഞാൻ ഈ ഷോപ്പെല്ലാം നോക്കിയത്. ഞാൻ ഓടിപ്പോയിട്ട് അച്ഛൻ എന്തെങ്കിലും പറ്റിയോ എന്നാണ് ഞാൻ നോക്കിയത്. ഞാൻ ഓടി മേടയിലേക്ക് കയറിപ്പോയപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് ഞാനിങ്ങനെ താഴോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ ഇങ്ങോട്ട് വന്നു. എന്നിട്ടാണ് അച്ഛൻ ഈ ശബ്ദം കേട്ടിട്ട് മാത്രമാണ് അച്ഛൻ അറിയുന്നത്. അച്ഛൻ്റെ റൂമിലോട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ്റെ ബാത്റൂം ആ ഭാഗങ്ങളിലാണ് അങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്. പിന്നെ ഇതിനോട് ചേർന്നൊരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ തുടർന്നൊരു അത്ര സത്യാവസ്ഥ അല്ലാത്തൊരു വാർത്ത പ്രചരിച്ച് തന്നെ ഇച്ചിരി വേദനിപ്പിച്ചിരുന്നു. കാരണം ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞു സ്കൂളിൻ്റെ ബിൽഡിങ് തകർന്നു വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വാർത്ത പോയത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്കൂൾ വേറൊരു ബിൽഡിങ്ങാണ്. ഇത് ഞാൻ ആ മുറിയിൽ താമസം ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് അച്ഛൻ താമസിക്കുന്ന മുറിയാണ്, അല്ലാതെ അവിടെ താമസമില്ലാത്ത മുറിയോ ഒന്നും അല്ലായിരുന്നു. അതിൻ്റെ ടോയ്ലറ്റ് ഭാഗം ഇച്ചിരി വീക്കായിരുന്നു. അത് ബലപ്പെടുത്തുന്ന പ്രവർത്തനം തുടങ്ങിയതുമാണ്. ആ സ്ഥലത്താണ് ഇത് സംഭവിച്ചത്. അല്ലാതെ അത്ര പറയത്തക്ക കാഷ്വാലിറ്റി ഉണ്ടാകുന്നൊരു സ്ഥലമൊന്നും ആയിരുന്നില്ല. പക്ഷേ ആ ന്യൂസ് കേട്ടപ്പോൾ പലരും അത് തെറ്റിദ്ധരിച്ചു. പലരും വന്നു, വന്നു, അങ്ങനെ പലരും വന്ന് ഇതൊക്കെ നോക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അത്ര വലിയ അപകടാവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള മനുഷ്യരുടെ സേഫ്റ്റിയോ അങ്ങനെയുള്ളതിനൊന്നും അധികമായിട്ട് ബാധിക്കുന്ന തരത്തിലല്ല. ഞാൻ ഈ സ്കൂളിൻ്റെ HM ആണ്. എൻ്റെ പേര് ഷൈനി. ഒരു 9 മണിയായപ്പോഴേക്കും ഞാൻ ഓഫീസ് റൂമിലിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് എടുക്കാൻ വേണ്ടി സിസ്റ്റർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ശബ്ദമാണ് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഇതെവിടെയാണ് എന്താണെന്നൊന്നും ഞങ്ങൾ അറിയുന്നില്ല. ഞങ്ങൾ നോക്കുമ്പോഴേക്കും വലിയ ഒരു പൊടി ഇങ്ങനെ ഉയരുന്നതാണ് കാണുന്നത് അച്ഛൻ്റെ മേടയുടെ വശത്ത് നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു സിസ്റ്ററെ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും എൻ്റെ ടീച്ചേഴ്സ് ഇവിടുന്ന് നടന്നു വരുന്നുണ്ടായിരുന്നു. ടീച്ചേഴ്സ് ആദ്യം മുന്നിൽ ഓടിപ്പോയി അങ്ങോട്ടേക്ക്. പുറകെ തന്നെ ഞാനും പറഞ്ഞു സിസ്റ്ററെ അച്ഛൻ്റെ മേടയിലാണല്ലോ എന്തോ പറ്റിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഓടി അവിടെ എത്തുമ്പോഴേക്കും ആ ഒരു ഭാഗം ഇങ്ങനെ ഇടിഞ്ഞങ്ങ് വീഴുന്നതിൻ്റെ ഒപ്പം തന്നെ മേട ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഉടനെ അച്ഛാന്ന് വിളിച്ച് അച്ഛനെ പറ്റി ഞങ്ങളിത് എവിടെയാണ് എന്താണെന്നറിയാത്തൊരു വലിയ വിഷമത്തിലായിരുന്നു. അച്ഛനെ വിളിച്ചിട്ട് കുറേ സമയത്തേക്ക് അച്ഛനെ കാണുന്നില്ലായിരുന്നു. കുറേ കഴിഞ്ഞിട്ടാണ് അച്ഛൻ ഇറങ്ങി വന്നപ്പോഴാണ് ഞങ്ങൾക്കൊന്ന് സമാധാനമായത്. സ്കൂൾ ഇടിഞ്ഞു വീണു, സ്കൂളിൻ്റെ ഉപയോഗിക്കപ്പെടാത്ത കെട്ടിടമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാണ് ഇൻഫർമേഷൻ കൊടുത്തതെന്ന് അറിയില്ല. എന്നോട് ആരും ചോദിച്ചിട്ടുമില്ല. ആ ലേഖകൻ ഇവിടെ വന്നതായിട്ട് ഞാൻ കണ്ടതുമില്ല. പക്ഷേ എങ്ങനെയാണ് ആ വാർത്ത വന്നതെന്ന് അറിയില്ല. പക്ഷേ അത് അവരോട് നമ്മൾ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം എന്താണ് അവർ മാറ്റം വരുത്തിയെന്ന് അറിയത്തില്ല. ഏതായാലും അതൊരു മാധ്യമം അങ്ങനെ ചെയ്യുമ്പോൾ, ഉത്തരവാദിത്വത്തോടു കൂടിയുള്ളൊരു മാധ്യമം
അത്തരത്തിലൊരു വാർത്ത കൊടുക്കുമ്പോൾ അത് സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കാരണം എല്ലാവരും അത് തെറ്റിദ്ധരിക്കാനിടയാകും. കുട്ടികളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു സമയത്ത് അങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കുമ്പോൾ അത് സർക്കാരിനെ പോലും ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അങ്ങനെയൊന്നും ഒരാൾ വാർത്ത കൊടുക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അതൊരു മാധ്യമധർമ്മം എല്ലാവരും തന്നെ കീപ്പ് ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നി. അതിലൊരു ചെറിയ വിഷമം തോന്നി, അത്രയേ ഉള്ളൂ. അല്ലാതെ അവരോട് നമുക്ക് ദേഷ്യമൊന്നുമില്ല. എൻ്റെ പേര് ത്രേസ്യക്കുട്ടി, സെൻറ്റ് പീറ്റേഴ്സ് സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അച്ഛനെ ഓർത്തത്, അച്ഛനെപ്പോഴും അതിൻ്റെ മേലെയാണല്ലോ ഉണ്ടാവുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അതുപോലെ ഞങ്ങളുടെ കുട്ടികളൊക്കെ വരുന്ന വഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും പെട്ടെന്നൊന്ന് ഓടിപ്പോയത്. കുട്ടികളൊക്കെ ആ വഴിയിലൂടെ വരുന്ന ഒരു നടപ്പാതയും കൂടിയാണത്. പ്രത്യേകിച്ച് ആർക്കും ഒരു അപകടവും സംഭവിച്ചില്ല. പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ വരുന്ന സമയം ഒരു 9:20 ആണെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഈ മറിഞ്ഞു വീണ ഭാഗത്തോടെയായിരുന്നു സ്കൂളിലോട്ട് കടന്നു വരുന്ന വഴിയായിരുന്നത്. കാരണം ഈ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭാഗത്തോട് ദൈവാനുഗ്രഹത്താൽ ഒരൊറ്റ കുഞ്ഞുങ്ങൾക്കും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. കുറച്ച് സമയം നേരത്തെ വീഴ്ത്തി, അതുകൊണ്ട് കുട്ടികൾക്ക് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ പേര് സുമാ ജോൺ. ഞാൻ ഇരിട്ടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ രാവിലെ ഒരു 9 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തി. ഞാനും ശരണ്യ എന്ന് പറഞ്ഞ ടീച്ചറും കൂടിയാണ് നടന്നു വരുന്നത്. അപ്പോൾ ഭയങ്കര ഒരു ശബ്ദവും കേട്ടു, ഭയങ്കര ഒരു പൊടിയും. വിചാരിച്ചു ഇത് ലോറി മറിഞ്ഞതാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഓടി അവിടെ ചെല്ലുമ്പം കാണുന്നത് ആ ബിൽഡിങ് തകർന്ന് താഴോട്ട് വീണതും, അതുപോലെ ആ സൈഡിലുള്ള തൂണ് അതിങ്ങനെ ചെരിഞ്ഞ് വന്ന് പെട്ടെന്ന് അവിടെ പിടിച്ചു നിർത്തിയതുപോലെ അവിടെ നിൽക്കുന്നതാണ് കണ്ടത്. ഈ ഒരു ബിൽഡിങ് മൊത്തം കുലുങ്ങിയതിന് ശേഷം ആ ഒരു സൈഡ്, ഞാനത് വിശ്വസിക്കുന്നത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം, അത് ചെരിഞ്ഞിങ്ങി വന്നിട്ട് പെട്ടെന്ന് ആരോ പിടിച്ചു നിർത്തിയതുപോലെ അതവിടെ സ്റ്റക്കായിട്ട് നിന്നു. ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്ന അത്ര ശക്തിയുള്ളൊരു മാതാവാണ്. ആ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കൂടുതൽ അപകടമൊന്നും ഉണ്ടാകാതിരുന്നത്. അല്ലെങ്കിൽ സാധാരണ കുട്ടികളും ആ സൈഡിലൂടെ വരുന്നതാണ്. അന്നെന്തോ കുട്ടികളും വന്നിട്ടില്ല, ആരും എത്തിയില്ല. ഞങ്ങൾ അധ്യാപകർ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഓരോ നിമിഷവും ദൈവം നമ്മോട് കൂടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു അപകടം വരുമ്പോൾ മാത്രമല്ല, മറിച്ച് നമ്മൾ നിൽക്കുന്ന ഓരോ സമയത്തും ദൈവം നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ അപകടം വരുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടായി, അപകടം വരാത്ത സമയത്തും ദൈവാനുഗ്രഹം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എല്ലാ സമയത്തും ഉണ്ട്. ഞാൻ എല്ലാ ദിവസവും അവിടെ കിടന്നുറങ്ങുന്ന ആളായിരുന്നു. 3 മാസം 2 മാസമായി ഞാൻ വന്നിട്ട്. ആ 2 മാസം നിൽക്കാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു നിമിഷം പോലും അത് വീണിട്ടില്ല. അപ്പോൾ അത്രയും സംരക്ഷണം ഉണ്ടായിരുന്നു. ഇത് വീണപ്പം മാത്രം സംരക്ഷണം എന്ന് പറയുന്നതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ സമയത്തും ദൈവത്തിൻ്റെ വിശ്വാസമുള്ള ആളാണ്. തിരുഹൃദയ രൂപം തന്നെ എൻ്റെ കടയില്ല. എല്ലാം തകർന്നിട്ടു രൂപം പോലെ തന്നെ അവിടെ തന്നെ നിന്നിരുന്നു. അത് എന്നെ ശരിക്കും രക്ഷിച്ചതാണ്. കാരണം ഞാനവിടെ ഒരു 2 മിനിറ്റ് കൂടുതലായിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ടാവും. ഞാനല്ല 2 പേര് വേറെ ഉണ്ടായിരുന്നു. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം. ആ ഫോട്ടോ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ഷോപ്പിൻ്റെ എല്ലാം പൊളിഞ്ഞിട്ടു ആ ഒരു ഭാഗം ചുമരിൽ ഇപ്പോഴും ആ ഫോട്ടോ നിലനിൽക്കുന്നുണ്ട് അവിടെ. ഈ ഭാഗത്ത് മിഷൻ ആരംഭിച്ച സമയത്ത് ഏകദേശം 1890, അതായത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു ചെറിയ മിഷൻ തുടങ്ങുന്നതും ഈ സ്കൂളുകൾ സ്ഥാപിക്കുന്നതും ഒക്കെ ആയിട്ട്. തലശ്ശേരി ഹോളി റോസറി പള്ളിയോട് ചേർന്നുകൊണ്ട് അതിനനുബന്ധിച്ചിട്ടാണ് ഇവിടെ സ്കൂളും മിഷൻ സ്റ്റേഷനും ആരംഭിക്കുന്നത് ഈ ചാലിൽ. പിന്നീട് അങ്ങോട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഒരു പള്ളി 1941 ഇവിടെ പള്ളിയും ഒരു ഇടവകയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്ഥാപിക്കുന്നത്. അതിനുശേഷം 67 ആയതോടുകൂടിയാണ് ഇപ്പോഴത്തെ പുതിയ പള്ളി പണിതത്. അതിനോടുള്ള ഈ മേടയൊക്കെ പണിതതും പിന്നീട് അത് റിനോവേറ്റ് ചെയ്യും, അങ്ങനെ ശക്തിപ്പെടുത്തി ബലപ്പെടുത്തി കൊണ്ടുവരുന്നതായിട്ട് ചരിത്രമാണ് അതിൻ്റെ ബിൽഡിങ്ങുകളെ പറ്റി പറയാനുള്ളത്. പക്ഷേ ക്രൈസ്തവ സാന്നിധ്യവും വളർച്ചയൊക്കെ 1890 മുതൽ തന്നെ ഇവിടെ ഉണ്ട്. പിന്നെ ആ സമൂഹത്തെ വളർത്തി കൊണ്ടുവന്നതും നമ്മുടെ മിഷണറിമാരാണ്, ഇറ്റാലിയൻ മിഷണറിമാരാണ്. അതിനുശേഷം ടഫറേൽ അച്ഛനും അതുപോലെ തന്നെ ബർബോസ് അച്ഛനൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഈ മിഷൻ നന്നായിട്ട് വളർന്നു വന്നത്. പിന്നീട് കണ്ണൂർ രൂപതയുടെ വളരെ വലിയ പള്ളികളിൽ ഒന്നായിരുന്നു ഈ ചാലിൽ ഇടവകം. 2 തരത്തിലുള്ള ഒരു സമൂഹമുണ്ട് ഇവിടെ. ഒന്ന് കടൽ പ്രവർത്തകരായിട്ടുള്ള ഒരു സമൂഹം, അതുപോലെ മറ്റ് മംഗലാപുരത്ത് നിന്ന് വന്ന പൂക്കച്ചവടവുമൊക്കെ വായിന്ന് ഇവിടെ സെറ്റിൽഡ് ആയിട്ടുള്ള വേറൊരു സമൂഹം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഈ ഇടവക ഉദയം ചെയ്യുന്നത്. പിന്നീട് അവരെല്ലാം വിശ്വാസത്തിൽ ഒരുമിച്ചൊന്ന് വളർന്നു. വളരെ നന്നായിട്ട്, വളരെ വൈബ്രൻ്റായിട്ട്, വളരെ വിശ്വാസ പാരമ്പര്യത്തിൽ നിൽക്കുന്നൊരു പള്ളിയായിട്ടാണ് ഈ ചാലിൽ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയം അറിയപ്പെടുന്നത്. ഈ നിൽക്കുന്ന മാതാവിൻ്റെ ഗ്രോട്ടോ ആണെങ്കിലും ഒരു അത്ഭുത മാതാവാണ്. ഈ മാതാവ്
കണ്ണുനീർ പൊഴിപ്പിക്കുന്ന മാതാവായിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഗ്രോട്ടോയിൽ സ്ഥിരമായിട്ട് കുർബാന ഉണ്ടായിരുന്നു, ഒത്തിരി ആൾക്കാർ വന്നിരുന്നു പ്രാർത്ഥിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും നടന്ന ഒരു ഗ്രോട്ടോയും കൂടിയാണ് ഈ എൻ്റെ പിന്നിൽ കാണുന്ന മാതാവിൻ്റെ രൂപവും ഈ ഗ്രോട്ടോയും. ഇവിടുത്തെ സമൂഹം എന്ന് പറയുന്നത് അച്ഛന്മാരോട് ഭയങ്കര സ്നേഹമുള്ളൊരു സമൂഹമാണ്. നമ്മുടെ ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് ഇവിടെ വികാരിയായിട്ടുണ്ടായിരുന്നു. പിതാവിനോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, പിതാവ് പറയും ഇപ്പോഴും അച്ഛനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഈ സമൂഹമാണ്, ഇവിടുത്തെ ജനമാണെന്ന് എപ്പോഴും പറയും. അതുപോലെ അച്ഛന്മാരെ വളരെയധികം സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ബിൽഡിംഗ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ സമൂഹത്തിന് ഭയങ്കര വിഷമമാണ്. അതൊന്ന് പൊളിച്ച് പണിയണമെന്നൊക്കെ അവർ കാലാകാലങ്ങളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിന് ദൈവം ഒരു നിമിത്തം ഒരുക്കിയതാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടാകാം. പിന്നെ ഇതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ക്രമീകരിച്ച് തരുന്നുണ്ട്. വീണു എന്ന് പറഞ്ഞപ്പോൾ അവർ ആദ്യമായിട്ട് ചിന്തിച്ച എന്ന കാര്യം തന്നെ, ഞാനത് മുകളിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ലതും പറ്റുമെന്ന് പറയുമ്പോൾ ആൾക്കാർ മുഴുവൻ ഓടിക്കൂടി. മാത്രമല്ല ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവം നടന്നാൽ പോലും ഒത്തിരി ആൾക്കാർ വരും. അത് രാഷ്ട്രീയക്കാരായാലും ജാതി മത ഭേദമന്യേ എല്ലാവരും വന്നു ചേരും. എല്ലാവരും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ ഒരു നല്ല സ്നേഹപൂർവ്വം നിൽക്കുന്ന മതസൗഹാർദ്ദപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു നല്ലൊരു സമൂഹമാണ് ചാലിൽ സെൻറ്റ് പീറ്റേഴ്സ് ഇടവകയോട് ചുറ്റുമുള്ള സമൂഹം. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വന്നു. സ്പീക്കർ ഷംസീർ വന്നു. സ്പീക്കർ ശ്രീ ഷംസീർ ഇവിടെ പഠിച്ചിരുന്നു ഈ സ്കൂളിൽ. ഒരു നഴ്സറി സ്റ്റുഡൻ്റായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അത് അദ്ദേഹം പറയുകയും ചെയ്തു. പത്രമാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യാക്ഷരം കുറിച്ചത് സ്കൂളിൽ വെച്ചിട്ടാണ്, അതുകൊണ്ട് ഇതിനോടൊരു വൈകാരിക ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നല്ലൊരു കാര്യം പത്രക്കാരോട് പോലും പറഞ്ഞു. ദൈവപരിപാലനയുടെ വലിയ അടയാളമായാണ് ഈ സംഭവത്തെ വൈദികനും ഇടവക ജനവും കാണുന്നത്.